കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ ഇതുവരെയും സൂക്ഷിച്ച, കരുതിയ, സംരക്ഷിച്ച ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും എന്നും നിങ്ങൾക്കൊരാശ്വാസവും അതൊരു വിടുതലും അനുഗ്രഹവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ ആശ്വാസവും അതൊരു വിടുതലും ആകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ കൃപ എന്നും നിങ്ങൾക്ക് ആശ്വാസം, ബലം പകരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ, വചനധ്യാനം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും ഞാനത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ, കൈമാറുമ്പോൾ അത് അനേക ആയിരങ്ങൾക്ക് ഒരു ജീവനും ചൈതന്യവുമായി തീരുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അവിടുത്തെ കൃപ കൊണ്ട് മറയ്ക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ വേദചിന്ത 107 സങ്കീർത്തനം 14 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസ്സുകളിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. ബന്ധനങ്ങളെ അറുത്തുകളയുക, ബന്ധിക്കപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തോടെ പുറത്തു കൊണ്ടുവരിക, പിശാച് ബന്ധിച്ച മേഖലകളിൽ നിന്ന് ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമാകുക. ഇതാണ് ഈ വചനത്തിൽ കൂടെ കർത്താവ് ഇന്ന് രാവിലെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. പിശാച് മനുഷ്യരെ ബന്ധിക്കും. അവരുടെ ഭൗതിക നന്മകളെ, ആരോഗ്യ മേഖലകളെ, കുടുംബ സമാധാനത്തെ, തലമുറയുടെ ഭാവിയെ, ജോലി മേഖലകളെ ഒക്കെ പിശാച് ബന്ധിക്കും. അങ്ങനെ ഒട്ടനവധി പ്രിയപ്പെട്ടവരെ ബന്ധിച്ചിട്ടിരിക്കുന്നത് കാണാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ ആ ബന്ധനങ്ങൾ അഴിയുന്നതും കാണാൻ ഇടയായിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർ ദൈവസന്നിധി കടന്നു വരുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാചികൾ ഇളകി ആ ശരീരം ഫ്രീ ആകുന്നത് കാണാൻ കർത്താവ് അവസരങ്ങൾ നൽകുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളയും. കാരണം 13 വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അപ്പൊ ബന്ധനങ്ങളെ അറുത്ത് കളയുന്നതിൻ്റെ റീസൺ, ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അങ്ങനെയാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. കഷ്ടതയിൽ അവർ യഹോവയോട് പിറുപിറുത്തു എന്നല്ല, മല്ലുപിടിച്ചു എന്നല്ല, വാശി കാണിച്ചു എന്നല്ല, പിന്മാറിപ്പോയി എന്നല്ല, അവർ യഹോവയോട് നിലവിളിക്കുകയാണ് ചെയ്തത്. യഹോവയോട് നിലവിളിച്ചാൽ യഹോവ പ്രാർത്ഥന കേൾക്കും, ബന്ധനങ്ങളെ അഴിക്കും. ഏതാണ്ട് 7 സംവത്സരം ശത്രുവിൻ്റെ കയ്യിൽ അടിമകളായി കിടന്ന ഇസ്രായേൽ ജനം ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 6 വാക്യത്തിൽ അവർ യഹോവയോട് നിലവിളിച്ചു എന്ന് കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ആ പദമാണ്, അവർ യഹോവയോട് നിലവിളിച്ചു. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, നമ്മൾ ദൈവസ്ഥലം നിലവിളിക്കുന്നവരായി മാറണം, പ്രാർത്ഥിക്കുന്നവരായി മാറണം, കരയുന്നവരായി മാറണം. ദൈവമുഖത്ത് നോക്കി കരഞ്ഞിട്ടുള്ള, ദൈവമുഖത്ത് നോക്കി നിലവിളിച്ചിട്ടുള്ള ആരെയും ദൈവം പരാജയപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേൽ
ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം അവിടെ ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു. ശേഷം തൻ്റെ ദാസനായിരിക്കുന്ന ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, അവൻ്റെ ആധിപത്യത്തിൽ നിന്നും, അവൻ്റെ ക്രൂരകൃത്യങ്ങൾക്കകത്തു നിന്നും ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവിടെ ഗിദെയോനെ ഉപയോഗിച്ചു. ഒരു ഏവത്തപ്പമായി സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ ബന്ധനങ്ങൾക്കകത്തു നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നു. എന്താ കാര്യം? അവർ യഹോവയോട് നിലവിളിച്ചു. ഇവിടെയും 13-ാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പദം അതുതന്നെയാണ്, അവർ യഹോവയോട് നിലവിളിച്ചു എന്ന. ഇന്ന് രാവിലെ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നാളുകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ഒരുപക്ഷെ വർഷങ്ങൾ കൊണ്ടും നീ കരയുന്ന ചില വിഷയങ്ങൾ, അത് യഹോവയുടെ മുമ്പിലാണ് കരയുന്നത് എങ്കിൽ ഇന്ന് രാവിലെ ഉറപ്പോടും ധൈര്യത്തോടും പ്രത്യാശയോടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ മറുപടി കാണിക്കാതെ തിരിച്ചയക്കുക ഇല്ല. മക്കൾക്ക് വേണ്ടിയാണോ നിലവിളിക്കുന്നത്? ഒരു ജോലിക്ക് വേണ്ടിയാണോ നിലവിളിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി, പഠന പൂർത്തീകരണത്തിന് വേണ്ടി, ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി? എന്തിനാ നിങ്ങൾ നിലവിളിക്കുന്നത്? ഈ രാവിലെ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ചോദിക്കുക, എന്തിനാ നിങ്ങൾ നിലവിളിക്കുന്നത്? നിങ്ങളുടെ നിലവിളി ഏത് വിഷയത്തിലാണെങ്കിലും അത് അപ്പച്ചൻ്റെ, യേശു അപ്പച്ചൻ്റെ കയ്യിലേക്ക് നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. ആ യേശു നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ സ്വാതന്ത്ര്യത്തോടു കൂടെ വിടുതൽ തന്ന് നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, നിങ്ങൾ മനസ്സിലാക്കാത്ത ചില വലിയ നന്മകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി. നിങ്ങൾ യേശുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് പൈശാചിക ബന്ധനത്തിനകത്തു നിന്നും നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ ചെയ്ത ശുശ്രൂഷയുടെ വലിയൊരു പങ്കും അതുതന്നെയായിരുന്നു, ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരിക. അത് മനുഷ്യരെ മാത്രമല്ല. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ ആരും ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു കഴുതയും കഴുതക്കുട്ടിയും കാണും. ആ കഴുതയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരിക. കണ്ടോ, ബന്ധനത്തിൽ നിന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവരിക. ആരെങ്കിലും എന്തിനാ ഈ കഴുതയെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരോട് വ്യക്തമായിട്ട് പറയണം, ഗുരുവിന് അല്ലെങ്കിൽ യേശുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആരെയാണ് കർത്താവ് അഴിച്ചെടുക്കുന്നത്? ആവശ്യമുള്ളവരെയാണ് കർത്താവ് അഴിച്ച് എടുക്കുന്നത്. എല്ലാവരെയും കർത്താവ് അഴിച്ചെടുക്കില്ല. ഈ ഭൂമിയിൽ ഒന്നല്ലെങ്കിൽ മറ്റു പല നിലയിൽ മനുഷ്യർ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ എല്ലാവരെയും ദൈവം അഴിച്ചെടുത്തു എന്നല്ല വായിക്കുന്നത്. ദൈവത്തിന് ആവശ്യമുള്ളതിനെ അഴിച്ചെടുത്തു എന്നാണ്. ലാസറിൻ്റെ കല്ലറയുടെ അവിടെ നടന്ന അത്ഭുതം നിങ്ങൾ കണ്ടിട്ടില്ലേ? യേശു കല്ലറയ്ക്ക് നിന്നുകൊണ്ട് ലാസറേ എന്ന് വിളിച്ചപ്പോൾ ലാസർ ബന്ധിക്കപ്പെട്ടവനായി, റൂമാലുകൾ കൊണ്ട് പൊതിയപ്പെട്ടവനായി പുറത്തു വരിക അവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. ലാസറേ എന്ന് വിളിച്ചാണ് പുറത്തു കൊണ്ടുവന്നത്. മരിച്ചവരെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കല്ലറയ്ക്ക് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് വന്നാനേ. എന്നാൽ കർത്താവിന് അന്നേരം ആവശ്യമുള്ളത് ലാസറിനെ മാത്രമായിരുന്നു. അതിനവൻ ലാസറിനെ പേര് ചൊല്ലി വിളിച്ചു. അപ്പോൾ ദൈവത്തിന് ആവശ്യമുള്ളതിനെ സമയാസമയങ്ങളിൽ പേര് ചൊല്ലി പുറത്തു കൊണ്ടുവന്ന് വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ അവൻ പേർ ചൊല്ലി വിളിക്കും. നിങ്ങളുടെ മക്കളെ അവൻ പേർ ചൊല്ലി വിളിക്കും. നിങ്ങളെ അവൻ പേർ ചൊല്ലി വിളിക്കും. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവത്തിന് നമ്മുടെ പേര് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം. സമയമാകുമ്പോൾ പേർ ചൊല്ലി ലാസറേ എന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ ചില ബന്ധനങ്ങൾക്കകത്തു നിന്ന്, ചില പൈശാചിക ശക്തികൾക്കകത്തു നിന്ന്, കല്ലറ പോലെ, ശവകുടീരം പോലെയുള്ള ചില മേഖലകൾക്കകത്തു നിന്ന് എന്നെയും നിന്നെയും പുറത്തു കൊണ്ടുവരാൻ
എൻ്റെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുന്ന ഒരു സമയം അതിവിദൂരമല്ല. അധികം താമസിക്കാതെ നിങ്ങൾ ആ വിളി കേൾക്കും. അധികം താമസിക്കാതെ നിങ്ങളെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരും. നാളുകൾ കൊണ്ട് കരഞ്ഞു മടുത്ത ചില വിഷയങ്ങളിൽ, ഉപവസിച്ച് കുഴഞ്ഞ വിഷയങ്ങളിൽ ഇതുവരെയും ഒരു മറുപടി കാണാൻ കഴിയാതെ വേദനപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്നെങ്കിൽ അതിനകത്തു നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ മാത്രം മതി. വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്: അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. പറിച്ചു കളഞ്ഞു എന്നല്ല, അറുത്തു കളഞ്ഞു. ഒരു കയറ് ചിന്നാഭിന്നമായി അറുത്തു കളഞ്ഞാൽ പിന്നെ ആ കയറിനെ കൊണ്ട് ഗുണമില്ല. ദൈവം ചിലതിനെ അറുത്ത് കളയും. ഇനിയും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ ചിലതിനെ അറുത്ത് കളയുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം? 13-ാം വാക്യത്തിൽ വായിക്കുകയാണ്: യഹോവയെ നിലവിളിക്കണം. ആരോടാ നിലവിളിക്കേണ്ടേ? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. മനുഷ്യരോടല്ല, പ്രഭുക്കന്മാരോടല്ല, പണക്കാരോടല്ല, സ്വാധീനമുള്ളവരോടല്ല നിലവിളിച്ചത്. അവർ അവരുടെ യഹോവയോട് നിലവിളിച്ചു. എപ്പോഴാണ് നിലവിളിച്ച്? കഷ്ടതയിൽ. കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ പിറുപിറുക്കാതെ ദൈവസന്നിധി മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിധവയായ ഒരു ആൻറ്റി തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമായി എന്നോട് സംസാരിപ്പാനിടയായി. അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഈ 2 കുഞ്ഞുങ്ങളെ ഈ ആൻറ്റി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കാരണം ഭർത്താവിൻ്റെ ആശ്രയമില്ല, ഭർത്താവില്ല, മരിച്ചുപോയി. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും 1 രൂപയുടെ പ്രയോജനമില്ല. അവർ 10 പൈസ കൊടുക്കില്ല. പൈസ ഇല്ലാത്തവരല്ല, ധാരാളം പണമുള്ളവരാ, പക്ഷേ 10 പൈസ കൊടുക്കില്ല. 2 പെൺകുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത്. ഈ 2 പെൺകുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ധാരാളം പണം വേണം. ആ കുടുംബം കൊണ്ടുപോകണമെങ്കിൽ ധാരാളം പണത്തിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യങ്ങൾ ആ സഹോദരിയുടെ കയ്യിലും ആവശ്യമാണ്. പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നു. അവരുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണും കൂടെ ഈറനണിയേണ്ടി വന്നു. കാരണം അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയാണ്. പക്ഷെ ആ കുടുംബത്തെ ദൈവം ഓരോ ദിവസവും പരിപാലിക്കുന്ന പരിപാലനം. ആ ഒരു സഹോദരിക്ക് ജോലിയോ സാമ്പത്തികമോ ഒന്നുമില്ല. പക്ഷെ വർഷങ്ങളായി ആ മകൾക്കും അവിടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ദൈവം കരുതുന്ന കരുതൽ. ഇന്നും ഏലിയാവിൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ സഹോദരിയും ആ 2 കുഞ്ഞുങ്ങളും. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കർത്താവിൻ്റെ പക്കൽ നിലവിളിച്ചാൽ ഒരിക്കലും ഒരു അനാഥരെയും ഒരു വിധവയെയും ഒരു സാധുവിനെയും ദൈവം കൈവിടുകയില്ല. ആ മകള് പറഞ്ഞൊരു പദമുണ്ട്, അത് പറയാനാ ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉദാഹരണം ഉള്ളിൽ തട്ടിയത്. അവൾ പറഞ്ഞ പദം ഇതാണ്: ഞങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ എൻ്റെ വീട്ടുകാരുടെയോ മുമ്പിൽ പോയി ഞാൻ മുട്ടുകുത്തില്ല പാസ്റ്ററെ, അവരോട് ഞാൻ ചോദിക്കില്ല. അതൊക്കെ നിന്നയാണ്. ഞാൻ നേരത്തെയൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ആവശ്യം വരുമ്പോൾ എൻ്റെ കയ്യിലിരുന്ന പായ താഴെയിട്ട് ആ പായലിരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, കോളേജിൻ്റെ ഫീസ്, വസ്ത്രം വാങ്ങിക്കുന്ന കാര്യം, ആഹാരത്തിൻ്റെ കാര്യം ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ദൈവം എവിടുന്നെങ്കിലുമൊക്കെ എനിക്ക് അത്ഭുതകരമായി കൊണ്ടുതരും. പ്രതീക്ഷിക്കാത്ത ആളുകളിൽ കൂടെ എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നിലവിളിച്ചാലുള്ള ഗുണം, അതാ ഞാൻ പറഞ്ഞു വരുന്നേ. നിലവിളിച്ചാലുള്ള ഗുണം, പ്രതീക്ഷിക്കാത്തവരെ കൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതലുകൾ അയക്കും. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ 1, 2, 3 ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു മറുപടി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ 3 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു, ആ വിഷയത്തിന് മറുപടി കിട്ടിയില്ല. ഒരു 8ാമത്തെ ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിടന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണല്ലോ. അതുമാത്രമല്ല, ഞാൻ ഇത്രയും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്താ ഈ വിഷയത്തിൽ ഇടപെടാത്തെ എന്ന് ദൈവത്തോട് ഞാനിങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചു.
പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്തൊരു പ്രേരണ തോന്നി, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഞാൻ കതക് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ 2 കവിളിൽ കൂടെ കണ്ണുനീരിങ്ങി ഒഴുകാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, കർത്താവേ, ഈ വിഷയത്തിൽ അങ്ങല്ലാതെ എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. കാരണം ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നതും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും അവരുടെ ഫീസ് അടയ്ക്കുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതും എൻ്റെ മിനിസ്ട്രിയുടെ കാര്യം നോക്കുന്നതും ഒക്കെ എൻ്റെ വീട്ടിൽ നിന്നോ എനിക്ക് ഉള്ള വസ്തുവിൽ നിന്നോ സമ്പത്തിൽ നിന്നോ ഒന്നുമല്ല ഞാൻ ഇക്കാര്യം നടത്തുന്നത്. എൻ്റെ ദൈവം എനിക്ക് തന്നാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ വിഷയത്തിന് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു മറുപടി എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് ദീർഘസമയങ്ങൾ ആ വിഷയത്തിൻ്റെ 8-ാം ദിവസം വീണ്ടും ഒന്ന് കരയാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, നേരം വെളുത്തപ്പോൾ ഞാൻ രാവിലെ ഞാനും വൈഫും കൂടെ പ്രാർത്ഥിച്ച് രാവിലെ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മെസ്സേജ് അപ്ലോഡ് ചെയ്തു. അന്നത്തെ മെസ്സേജ് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തു. അതിന് ശേഷമായിട്ട് ഞാൻ എൻ്റെ ഫോണ് ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഫോൺ എടുത്ത് ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു ആൻറ്റി ഒരു മെസ്സേജ് അയച്ചിരിക്കുക, പാസ്റ്ററെ, ഇത് പാസ്റ്റർക്ക് തരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഹേമിക്കുന്നതുകൊണ്ട് എൻ്റെ ചെറിയൊരു ഹെൽപ്പാണ് ഇത്, ഞാൻ പാസ്റ്റർക്ക് തരികയാണ് എന്ന് പറഞ്ഞ് ആ ചെറിയൊരു ഹെൽപ്പ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞ് പിന്നെയും നീതി വരത്തക്ക നിലയിൽ എന്നെ ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ഒരു ദൈവമകളുടെ ഹൃദയത്തെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ ആവശ്യങ്ങൾ ദൈവം അത് ഫിനിഷ് ചെയ്ത് തന്നു. അപ്പോൾ നിലവിളിച്ചാലുള്ള മറുപടി, കരഞ്ഞാലുള്ള മറുപടി. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ, എവിടെയെങ്കിലും നിങ്ങളുടെ നന്മ ഉയരാതിരിക്കാൻ, നിങ്ങളുടെ സ്വസ്ഥതയിൽ ഒരു നന്മ വെളിപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ കൈ ശൂന്യമാകണം, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വർദ്ധിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിറവേറപ്പെടരുത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ബന്ധിച്ച് നിങ്ങളുടെ നന്മയെ കെട്ടിവച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനത്താൽ അത് അഴിയാൻ പോവാം. നിങ്ങളുടെ ബന്ധനങ്ങൾ കർത്താവ് അഴിക്കാൻ പോവാം. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ചില വ്യക്തികളെ ഞാൻ ഓർത്തുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ്. നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ഗതി പിടിക്കാതെ എവിടെയൊക്കെയോ ബ്ലോക്ക് ആക്കപ്പെട്ട് കിടക്കുന്ന ചില നന്മയുടെ ബന്ധനങ്ങൾ ഇന്ന് രാവിലെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അഴിച്ച് തരാൻ പോകുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ യഹോവയോട് കഷ്ടതയിൽ നിലവിളിച്ചു. നിലവിളിച്ചാൽ മതി, ബന്ധനം അഴിയും. നിലവിളിച്ചാൽ നിന്റെ കെട്ടഴിയും. ഇവിടെ 2 അത്ഭുതങ്ങൾ നടന്നു. ആ നിലവിളിയുടെ മുമ്പിൽ എന്താണെന്നറിയാമോ, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞു വന്ന ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? നിലവിളിച്ചപ്പോൾ അവിടെ സംഭവിച്ചെന്തറിയാമോ, അവരുടെ യഹോവ നിലവിളിച്ചവരുടെ വിഷയത്തിൽ മറുപടി കൊടുത്ത് എങ്ങനെയാണ്? ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു. 107-ാം സങ്കീർത്തനം 13-ാം വാക്യം നിങ്ങൾ എടുത്ത് വായിക്കുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. മെസ്സേജ് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കാതെ ആ വാക്യം കൂടെ നിങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഴമായി കാര്യം മനസ്സിലാവും. നിലവിളിച്ചപ്പോൾ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് യഹോവ അവരെ വിടുവിച്ചെന്ന്. ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ ഞെരുക്കം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് തൊട്ടു പറയുകയാണ്. എൻ്റെ അനുഭവങ്ങളിൽ കൂടെയും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടെയും ഈ രാവിലെ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് നിന്നെ കർത്താവ് വിടുവിക്കും. എവിടെയാ നീ ഞെരുക്കം അനുഭവിക്കുന്നത്? ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നീ ഞെരുക്കം അനുഭവിക്കുന്നത്? ഇതാ ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നു. റെനി പാസ്റ്റർ പറയല്ല, വേദപുസ്തകം പറയുന്നു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കും. എൻ്റെ പ്രിയ സ്നേഹിത, നിന്റെ ഞെരുക്കങ്ങൾ എത്ര വലുതാകട്ടെ, ലക്ഷങ്ങളോ കോടികളോ ആയിരങ്ങളോ 10,000ങ്ങളോ ആകട്ടെ, നിന്റെ മുമ്പിൽ ഞെരുക്കം അനുഭവിക്കുന്നത് നീ വല്ലാതെ ഞെരുങ്ങുന്ന വിഷയമായിരിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത്, നിന്റെ ഭർത്താവിനെ ഓർത്ത്, നിന്റെ കുടുംബജീവിതത്തിൻ്റെ നന്മകളെ ഓർത്ത്, നിന്റെ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഓർത്ത് ഞെരുങ്ങുകയായിരിക്കാം.
ഇന്ന് പകൽ നീ ഞെരുങ്ങുന്ന വിഷയത്തിൽ യഹോവ വിടുവിപ്പാൻ ശക്തനാണ്. അവൻ അവരെ രക്ഷിച്ചു. അടുത്ത വായിക്കുകയാണ്, അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. നോക്കിക്കേ, നിലവിളിച്ചാൽ, മുട്ടുമടക്കിയാൽ, കരഞ്ഞാൽ അന്ധതമസിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചതുപോലെ നിങ്ങളെയും ദൈവം വിടുവിക്കും. അങ്ങനെയെങ്കിൽ ഈ ബന്ധനങ്ങൾ അഴിയുമ്പോൾ നിങ്ങൾ എവിടെ നിന്നൊക്കെ പുറത്തു വരും? ഇരുട്ടിൽ നിന്ന് പുറത്തു വരും, അന്ധതമസ്സുകളിൽ നിന്ന് പുറത്തു വരും, ഞെരുക്കങ്ങളിൽ നിന്ന് പുറത്തു വരും. ഈ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ മുട്ടുമടക്കി ദൈവസന്നിധി കരഞ്ഞാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിനകത്തെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ദൈവം നീക്കിത്തരും. നിന്റെ ആവശ്യങ്ങൾ ഓരോന്നും സ്വർഗത്തിലെ ദൈവം ഭംഗിയാക്കി തരും. ഒന്നും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കട്ടെ? എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഞെരുക്കം അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇരുട്ടിൻ്റെ ശക്തികൾ കൊണ്ടും അന്ധതമസിൻ്റെ ശക്തികൾ കൊണ്ടും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കഷ്ടതയിൽ ദൈവം നിങ്ങളുടെ നിലവിളി കേട്ട് ഒരത്ഭുതം കർത്താവ് ഇറക്കിത്തരാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ആദരിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറയെ ആദരിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ബന്ധനങ്ങളെ അറുത്തു കളയും എന്ന് വചനം പറഞ്ഞല്ലോ. അതിന് ഞങ്ങൾ ചെയ്യേണ്ടത് കരയണം യഹോവയുടെ സന്നിധിയിലെന്ന് ഞങ്ങളോട് വ്യക്തമാക്കി തന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ യഹോവയുടെ സന്നിധി കരഞ്ഞാൽ ഞങ്ങളുടെ ബന്ധനങ്ങൾ മാറുക മാത്രമല്ല, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അന്ധതമസ്സിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവരികയും ശേഷം ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ ഞങ്ങളെ വിടുവിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി സ്തോത്രം. ഈ വചനം വെച്ച് ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം, ഇവരുടെ തലമുറ, ജോലി, ആരോഗ്യം എല്ലാം ദൈവത്താൽ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇരുട്ട് മാറട്ടെ, അന്ധതമസ്സുകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ബന്ധനങ്ങൾ അറുത്തു കളയട്ടെ കർത്താവേ. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ബന്ധനം അഴിയുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ എവിടെയോ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും.